വെൽക്കം ഓൾ. നമ്മുടെ ഐ+ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ടേണർ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, 2022 22 ഇയറിൽ നമ്മളെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. അപ്പോൾ നമ്മളിനി നമ്മുടെ ട്രേഡ്സ്മാൻ ടേണറിനും ഇനി വരാനിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിനും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം അതിൻ്റെ ആൻസറുകളും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഈ രണ്ട് എക്സാമിനും അല്ലെങ്കിൽ ഇനി ചോദിക്കാതിരിക്കുന്ന ബാക്കിയുള്ള എക്സാംസിനും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതിൽ മെയിനായിട്ട് നമ്മുടെ ട്രേഡ്സ്മാൻ ടേണറിനും നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന്, അത് ഇനി വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ബിലോ സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ കറക്റ്റ് വൺ റിഗാർഡിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാമർ. ഒരു ഹാമറിന്റെ ക്ലാസിഫിക്കേഷനിൽ ഈ താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും നമുക്ക് ഉചിതമായി വരുന്നതാണ് ചോദ്യം. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് ഹെഡ്, അതിന്റെ ഹെഡിന്റെ ഷേപ്പ് ആണോ? രണ്ടാമത്തെ സൈസ് ഓഫ് ഫേസിന്റെ സൈസ് ആണോ? മൂന്നാമത്തെ ലെങ്ത് ഓഫ് ദ ഹാൻഡിൽ, അതിന്റെ ഹാൻഡിലെ നീളമാണോ? നാലാമത്തെ ഷേപ്പ് ഓഫ് പീൻ ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ് പീൻ ആണ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ഷേപ്പ് ഓഫ് പീൻ. അപ്പൊ ഈ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഷേപ്പ് ഓഫ് പീൻ അനുസരിച്ച്, അത് പീന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഹാമറിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമുക്ക് ബാൾ പീൻ ഹാമർ, സ്ട്രെയിറ്റ് പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ എന്നൊക്കെ പറഞ്ഞ് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും. അതൊന്ന് രണ്ടാമതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഷേപ്പ് ഓഫ് പീൻ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ബാൾ പീൻ ഹാമർ എന്ന് പറഞ്ഞ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് അതിന്റെ പീന്റെ ഷേപ്പ് ബാൾ പീൻ ഹാമർ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഷേപ്പിലായിരിക്കും. പിന്നെ സ്ട്രെയിറ്റ് പീൻ ഹാമർ, അതിന്റെ പീന് സ്ട്രെയിറ്റ് ആയിരിക്കും. ക്രോസ് പീൻ ഹാമർ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രോസ് ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും. നിങ്ങൾക്കത് ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ഓപ്ഷനിൽ, അതായത് ഷേപ്പ് ഓഫ് ഹെഡ് ആണെങ്കിലും സൈസ് ഓഫ് ഫേസ് ആണെങ്കിലും ലെങ്ത് ഓഫ് ഹാൻഡിൽ ആണെങ്കിലും ഷേപ്പ് ഓഫ് പീൻ ആണെങ്കിലും, ഈ 4 ഓപ്ഷനിൽ നമ്മൾ ഷേപ്പ് ഓഫ് പീൻ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതിനെയാണ്? ഹാമറിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹാമർ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാലോ. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സൂട്ട്സ് ബെസ്റ്റ് റിഗാർഡിംഗ് ദ ലെങ്ത് ഓഫ് എ ഫയൽ. ഒരു ഫയലിന്റെ ലെങ്തിന് ഈ താഴെ പറയുന്ന ഏതാണ് ഏറ്റവും കൂടുതൽ സൂട്ട് ആവുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സൂട്ട്സ് ബെസ്റ്റ് റിഗാർഡിംഗ് ദ ലെങ്ത് ഓഫ് എ ഫയൽ. ഒരു ഫയലിന്റെ ലെങ്ത് നമുക്ക് ഈ പറയുന്ന ഏതിനോടാണ് ഏറ്റവും സൂട്ട് ആവുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ടു ഹാൻഡിൽ, പോയിന്റ് തൊട്ട് ഹാൻഡിൽ വരെയുള്ള നീളമാണോ? ഡിസ്റ്റൻസ് ഫ്രം ഷോൾഡർ ടു ടിപ്പ്, അതിന്റെ ഷോൾഡർ തൊട്ട് ടിപ്പ് വരെയുള്ള നീളമാണോ? ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ഹീൽ വരെ, അതായത് ടിപ്പ് തൊട്ട് ഹീൽ വരെയുള്ള നീളമാണോ? പിന്നെ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ടു ഫെറിയോൾ വരെയുള്ള നീളമാണ്. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾക്കറിയാം. എന്താണ് അതിന്റെ ഹാൻഡിൽ, അതിന്റെ ഷോൾഡർ എന്താണ്, ടിപ്പ് എന്താണ്, ഹീൽ എന്താണ്, ഫെറിയോൾ എന്താണെന്നൊക്കെ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിൽ നമുക്ക് ഇതിന്റെ ലെങ്ത് ഓഫ് എ ഫയൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിലായിരിക്കും? അതിന്റെ ടിപ്പ് തൊട്ട് അതിന്റെ ഹീല് വരെയുള്ള നീളമാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അതായത് ഒരു ഫയലിന്റെ ലെങ്ത് നമ്മൾ പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ഹീൽ. അപ്പം നമ്മൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അതായത് ഈ പറയുന്ന ഓപ്ഷൻസിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ടു ഹീൽ, ടിപ്പ് തൊട്ട് ഹീല് വരെയുള്ള നീളമാണ് നമുക്ക് അതിന്റെ ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ആ നീളത്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് എ ഫയൽ എന്ന് പറയുന്നത്. ഇനി ഫയലിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, അത് പല പല കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ഫയലിന്റെ ലെങ്ത് കൊണ്ട്, അതിന്റെ ഗ്രേഡ് കൊണ്ട്, അതിന്റെ കട്ട്, അതിന്റെ ഷേപ്പ് ഒക്കെ വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ക്ലാസിഫൈ അല്ല, സ്പെസിഫൈ ചെയ്യാം. ഒരു ഫയലിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അക്കോർഡിംഗ് ടു ദെയർ ലെങ്ത്, അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ്, അല്ലെങ്കിൽ അതിന്റെ കട്ട്, അതിന്റെ ഷേപ്പ്. ഈ 4 കാര്യങ്ങൾ വെച്ചാണ് സാധാരണ നമ്മൾ ഈ പറയുന്ന ഫയലിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഒരു ഫയലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലെങ്ത്, അതിന്റെ നീളം എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ ഫയലിന്റെ ടിപ്പും അതിന്റെ ഹീലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ദ ഫയൽ എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഫ്രം ടിപ്പ് ഓഫ് ദ ഫയൽ ടു ഹീൽ, ഫയലിന്റെ ടിപ്പ് തൊട്ട് ഹീല് വരെയുള്ള നീളത്തിനാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഹീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുവാണ്. ഹീലിനകത്ത് ടീത്ത് ഒന്നും കാണത്തില്ല. ദ പാർട്ട് ദാറ്റ് ഡസ് നോട്ട് ഹാവ് ടീത്ത് ഈസ് കോൾഡ് ആസ് ഹീൽ. ഹീലിനകത്ത് എന്ത് കാണത്തില്ല? ടീത്ത് കാണത്തില്ല.
അല്ലെങ്കിൽ നമുക്ക് ഹീലിന് ഈ ഫയലിൻ്റെ ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫയലിൻ്റെ ബേസിനെ നമുക്ക് ബേസ് ഓഫ് എ ഫയൽ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഹീലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പം ഒരു ഫയലിൻ്റെ നീളം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എ ഫയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടിപ്പ് തൊട്ട് അതിൻ്റെ ഹീൽ വരെയുള്ള നീളത്തിനാണ് ലെങ്ത് ഓഫ് എ ഫയൽ എന്ന് പറയുന്നത്. ഇനി ഈ ലെങ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫയലിനെ നമുക്ക് ഒരു ഫയലിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതിൻ്റെ ലെങ്ത് വെച്ച് സ്പെസിഫൈ ചെയ്യാം, അതിൻ്റെ ഗ്രേഡ് വെച്ച് സ്പെസിഫൈ ചെയ്യാം, അതിൻ്റെ കട്ട് വെച്ച് സ്പെസിഫൈ ചെയ്യാം, അതായത് അത് എങ്ങനത്തെ കട്ടാണ് അത് കൊടുക്കുന്നത് വെച്ച് സ്പെസിഫൈ ചെയ്യാം, പിന്നെ ഒരു ഷേപ്പ് വെച്ച് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അതിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ ഫയലിൻ്റെ ടിപ്പ് തൊട്ട് അതിൻ്റെ ഹീൽ വരെയുള്ള നീളത്തിന് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഹീൽ എന്ന് പറഞ്ഞാൽ ഹീലിനകത്ത് എന്ത് കാണത്തില്ല? ഒരിക്കലും ടീത്ത് ഇല്ല. ഹീലിനകത്ത് ടീത്ത് എന്തായാലും കാണത്തില്ല. അതായത് ഒരു ഫയലിൻ്റെ ഹീൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും നിങ്ങൾക്ക് ടീത്തിനെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഹീൽ എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഫയലിൻ്റെ ബേസ് ആണ് അതിൻ്റെ ഹീൽ. ഓക്കെ, അതായത് ബേസ് എന്ന് പറയുമ്പം അറിയാലോ നിങ്ങൾക്ക് എന്താണ് ബേസ് എന്ന്. ഓക്കെ, അപ്പം ഒരു ഫയലിനെ സംബന്ധിച്ചിടത്തോളം ഹീൽ എന്ന് പറയുന്നതാണ് ഫയലിൻ്റെ ബേസ്. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോവാം. ചൂസ് ദ കാലിപ്പർ വിച്ച് ഈസ് എക്സ്ട്രീംലി യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു ദ എഡ്ജ് ഓഫ് എ വർക്ക്. ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് പീസാണ്. വർക്ക് പീസിൻ്റെ എഡ്ജിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന അതായത് നിങ്ങളൊരു പാരലൽ ഒരു ലൈനോ കാര്യങ്ങളൊക്കെ സ്ക്രൈബ് ചെയ്ത് വിടാൻ വേണ്ടി നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന കാലിപ്പർ ഈ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ചൂസ് ദ കാലിപ്പർ വിച്ച് ഈസ് എക്സ്ട്രീംലി യൂസ്ഡ് ഫോർ സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു ദ എഡ്ജ് ഓഫ് എ വർക്ക് പീസ്. ഒരു വർക്ക് പീസിൻ്റെ എഡ്ജിന് പാരലായിട്ട് നിങ്ങൾ ഒരു ലൈന് നിങ്ങൾ സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് കൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഈ താഴെ പറയുന്ന ഏത് ടൈപ്പ് ഓഫ് കാലിപ്പർ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓഡ് ലെഗ് കാലിപ്പർ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സ്പ്രിംഗ് കാലിപ്പർ, ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കാലിപ്പർ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇൻസൈഡ് സ്പ്രിംഗ് കാലിപ്പർ. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ഈ പറയുന്ന ഒരു എഡ്ജിന് പാരലായിട്ട് നമ്മളൊരു സ്ക്രൈബിംഗ് ലൈന് ഇടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ നമ്മുടെ എന്താണ് ഓഡ് ലെഗ് കാലിപ്പറിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓഡ് ലെഗ് കാലിപ്പർ. ഇപ്പോൾ ഔട്ട്സൈഡ് സ്പ്രിംഗ് കാലിപ്പർ എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അതിന് ആ സ്പ്രിംഗ് അതിനെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി വിടുന്ന ഒരു രീതിയിലുള്ള കാലിപ്പറാണ് അത്. ഇനി ഇൻസൈഡ് സ്പ്രിംഗ് കാലിപ്പർ എന്ന് പറഞ്ഞാൽ അതിനെ എപ്പോഴും ഒരു ഇൻസൈഡ് രീതിയിൽ നിൽക്കാൻ വേണ്ടി സ്പ്രിംഗ് ഫോഴ്സ് കൊടുത്ത് അതിനെ ഇൻസൈഡ് തന്നെ നിർത്താൻ ഉപയോഗിക്കുന്ന കാലിപ്പറാണ് ഇൻസൈഡ് സ്പ്രിംഗ് കാലിപ്പർ. ട്രാൻസ്ഫർ കാലിപ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ലെങ്ത് എടുത്തിട്ട് ആ ലെങ്തിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകണം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു വർക്ക് പീസിൽ ഇപ്പം ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്. ഈ ലെങ്ത് നിങ്ങൾക്ക് വേറൊരു വർക്ക് പീസിൻ്റെ വേണമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആദ്യം പറഞ്ഞ വർക്ക് പീസിനകത്തുനിന്ന് നിങ്ങൾ ഈ ലെങ്തിനെ അതേ കണക്ക് കോപ്പി ചെയ്തിട്ട് വേറൊരു വർക്ക് പീസിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇപ്പം കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ പേസ്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പം നമുക്ക് ഇതെല്ലാം അങ്ങനെ പറയാൻ പറ്റത്തില്ല. വേറൊരു വർക്ക് പീസിൽ ഈ സെയിം ലെങ്ത് അവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ട്രാൻസ്ഫർ കാലിപ്പർ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ലെങ്തിനെ ഒരു വർക്ക് പീസിൽ നിന്ന് വേറൊരു വർക്ക് പീസിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് കാലിപ്പറിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ കാലിപ്പർ എന്ന്. അപ്പോൾ ഈ നമ്മുടെ ചോദ്യം അനുസരിച്ച് ഈ താഴെ പറയുന്നതിൽ ഈ നമ്മുടെ എഡ്ജ് ഓഫ് എ വർക്ക് പീസിന് പാരലായിട്ട് നമ്മൾ സ്ക്രൈബിംഗ് ലൈൻസ് ഇടാൻ ഉപയോഗിക്കുന്ന കാലിപ്പർ എന്താണ്? ഓഡ് ലെഗ് കാലിപ്പറാണ്. ഓഡ് ലെഗ് കാലിപ്പർ. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഇത് നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ എക്സ്പ്ലനേഷൻ പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറസ്പോണ്ട്സ് ടു ദ ആക്യുറസി ഓഫ് എ ട്രൈ സ്ക്വയർ? ഒരു ട്രൈ സ്ക്വയറിൻ്റെ ആക്യുറസി ഈ താഴെ പറയുന്ന ഏതാണ് ട്രൈ സ്ക്വയറിൻ്റെ ആക്യുറസി ആയിട്ട് പറയുന്നതാണ്? ഒന്ന് 0.001 mm/10 mm ലെങ്ത്, അതാണോ? അടുത്ത രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 0.002 mm/10 mm ലെങ്ത് ആണോ? മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 0.01 mm/10 mm ലെങ്ത് ആണോ? നാലാമത്തെ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 0.02 mm/10 mm ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ട്രൈ സ്ക്വയർ എന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിനാണ് ഒരു പെർപെൻഡിക്കുലർ സർഫസിന് അല്ലെങ്കിൽ പെർപെൻഡിക്കുലാരിറ്റി മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ട്രൈ സ്ക്വയർ. ഈ ട്രൈ സ്ക്വയറിൻ്റെ ആക്യുറസി നിങ്ങൾ ആൾറെഡി ആ ട്രൈ സ്ക്വയർ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം അതിൻ്റെ ആക്യുറസി നമ്മൾ പറയുന്നത് അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 0.002 mm/10 mm ലെങ്ത്.
അതായത് 10 mm ലെങ്ത് നിങ്ങൾ നീളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ 0.002 mm ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക, അത് മറന്നു പോകരുത്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ നിങ്ങൾക്ക് കാണാതെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പല പല കൺഫ്യൂഷനും വരും. ഇത് 0.001 ആണോ, 0.01 ആണോ, 0.02 ആണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ട്രൈ സ്ക്വയർ എന്ന് കേട്ട് കഴിഞ്ഞാൽ 10 mm ലെങ്തിൽ അതിന്റെ അതായത് 0.002 mm പെർ 10 mm ലെങ്ത്, ഒരു 10 mm ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് 0.002 mm ആക്യുറസി കിട്ടും ബൈ യൂസിങ് എ ട്രൈ സ്ക്വയർ. അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാം. നെയിം ദ വൈസ് ദാറ്റ് എ ബ്ലാക്ക് സ്മിത്ത് യൂസസ് മോസ്റ്റ് ഓഫൻ. അതൊരു ബ്ലാക്ക് സ്മിത്ത് സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ താഴെ പറയുന്നതിൽ ഏത് വൈസാണ് ഒരു ബ്ലാക്ക് സ്മിത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ പൈപ്പ് വൈസ് ആണ്, ഓപ്ഷൻ ബി ടൂൾ മേക്കേഴ്സ് വൈസ് ആണ്, ഓപ്ഷൻ സി ലെഗ് വൈസ് ആണ്, ഓപ്ഷൻ ഡി ബെഞ്ച് വൈസ് ആണ്. ഈ 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ലെഗ് വൈസ് ആണ്. അതായത് ഒരു ബ്ലാക്ക് സ്മിത്ത് എപ്പോഴും അയാൾക്ക് എപ്പോഴും യൂസ് ആവുന്ന അല്ലെങ്കിൽ അയാൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വൈസ് എന്ന് പറയുന്നത് ലെഗ് വൈസ് ആണ്. മറന്നു പോരുത്, ഒരിക്കലും മറക്കരുത്. ബ്ലാക്ക് സ്മിത്തിന്, അതായത് അതിനകത്ത് നമ്മൾ ലെഗ് വൈസിന് നമുക്ക് വേറൊരു പേര് വേണമെങ്കിൽ ഉപയോഗിക്കാം. ബ്ലാക്ക് സ്മിത്ത്സ് വൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ബ്ലാക്ക് സ്മിത്ത്സ് വൈസ് എന്നറിയപ്പെടുന്ന വൈസ് ഈ താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ലെഗ് വൈസ് ആണ് ബ്ലാക്ക് സ്മിത്ത്സ് വൈസ് എന്ന് പറഞ്ഞ് പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് സ്മിത്ത് സാധാരണ എപ്പോഴും യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്ന വൈസ് എന്ന് പറയുന്നത് ലെഗ് വൈസ് ആണ്. ലെഗ് വൈസ് എന്താണ്, പൈപ്പ് വൈസ് എന്താണ്, ടൂൾ മേക്കേഴ്സ് വൈസ് എന്താണ്, ബെഞ്ച് വൈസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ബെഞ്ച് വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്, പൈപ്പ് വൈസ്, ലെഗ് വൈസ്. അതിൽ ബ്ലാക്ക് സ്മിത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടേണ്ട വൈസ് എന്ന് പറയുന്നത് ലെഗ് വൈസ് ആണ്. ഒരിക്കലും മറക്കരുത്, ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നമ്മുടെ SSC സോറി നമ്മുടെ RRBയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് യൂസ്ഡ് ഇൻ ഷാങ്ക്സ് ഓഫ് ട്വിസ്റ്റിൽ ആൻഡ് ട്രീമർ. അതായത് നമ്മുടെ ട്വിസ്റ്റിൽ, നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ ട്വിസ്റ്റിലും അല്ലെങ്കിൽ നമ്മളെ റീമർ, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ട്വിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ റീമർ എന്താണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇനിഷ്യലി ഒരു ഹോൾ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഹോള് ഇടാൻ ഉപയോഗിക്കുന്ന ആ ട്യൂളിന് പറയുന്ന പേരാണ് ഡ്രിൽ ബിറ്റ്. ഓക്കെ, റീമർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇട്ട ഹോളിന്റെ ഇൻസൈഡ് സർഫസിനെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഡ്രോയിങ് ചെയ്യും. അതായത് നല്ല അതിന്റെ സർഫസ് ഫിനിഷ് ആക്കി എടുക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമീറ്റർ ചെറുതായിട്ടൊന്ന് കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന ആ ടൂളാണ് നമ്മൾ റീമർ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടിലും ഷാങ്ക് എന്ന് പറഞ്ഞൊരു പോർഷൻ, ഷാങ്ക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഷാങ്ക്. ഇപ്പൊ ഡ്രിൽ ബിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഷാങ്ക് ആണ് ഈ പറയുന്ന നമ്മുടെ ഡ്രില്ലിംഗ് മെഷീന്റെ സ്പിൻഡിലിനകത്തോട്ട് കയറിപ്പോയിരിക്കുന്ന ആ പോർഷൻ പറയുന്നവരാണ് ഷാങ്ക്. ഓക്കെ, അപ്പൊ ഈ ഷാങ്കും, അതായത് നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ ഷാങ്ക് ആണെങ്കിലും റീമറിന്റെ ഷാങ്ക് ആണെങ്കിലും ഈ പറയുന്ന ഏത് ടേപ്പറാണ് അതിനകത്ത് കൊടുത്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എ എന്നത് മോസ് ടേപ്പർ ആണോ, ഓപ്ഷൻ ബി ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ ആണോ, ഓപ്ഷൻ സി മെട്രിക് ടേപ്പർ ആണോ, ജാർണോ ടേപ്പർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജാർണോ ടേപ്പർ അല്ല, മെട്രിക് ടേപ്പർ ആണോ എന്ന് വെച്ചാൽ അല്ല, ഇതുമല്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ മോസ് ടേപ്പർ ആണ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അതായത് ഇപ്പൊ മോസ് ടേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രിൽ ബിറ്റിനെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർബറിൽ അല്ലെങ്കിൽ ആ ഒരു മെഷീൻ്റെ അകത്ത് വരുന്ന ആ ഒരു പർട്ടിക്കുലർ പോർഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു മോസ് ടേപ്പർ കൊടുക്കും. അതേപോലെ ഒരു ഫീമെയിൽ പാർട്ടിൽ നമ്മൾ ആ മോസ് ടേപ്പർ കൊടുക്കും. ഈ സെയിം മോസ് ടേപ്പർ നമ്മൾ ഈ പറയുന്ന ഡ്രിൽ ബിറ്റിന് അല്ലെങ്കിൽ നമ്മുടെ റീമറിന്റെ മേലത്തെ എൻഡിൽ നമ്മൾ ഈ പറയുന്ന സെയിം ടേപ്പർ കൊടുക്കും. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ടേപ്പർ കറക്റ്റായിട്ട് ആ ഡ്രിൽ ബിറ്റിന് ഈ മെഷീൻ്റെ പാർട്ട്, അത് സ്പിൻഡിൽ കറക്റ്റ് പിടിച്ച് നിർത്തത്തുള്ളൂ. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ഫോളോയിങ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് യൂസ്ഡ് ഇൻ ഷാങ്ക്സ് ഓഫ് ട്വിസ്റ്റിൽ ആൻഡ് ഡ്രീമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ, മോസ് ടേപ്പർ ആണ് ആൻസർ. ഓക്കെ, അതായത് മോസ് ടേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗസ് ദ ടൂൾസ് ആർബർ ബോർഡ് ടു അക്സെപ്റ്റ് എ മെയിൽ ആർബർ വിത്ത് ദ സെയിം സൈസ് മോസ് ടേപ്പർ. അതായത് ഒരു ആർബറിനകത്ത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ മോസ് ടേപ്പറിന്റെ ഒരു ഷാങ്ക് ഉള്ള ഒരു സംഭവം, ഒരു ഡ്രിൽ ബിറ്റ് ആണെന്ന് വിചാരിക്കുക. ഡ്രിൽ ബിറ്റിനെ എൻ്റർ ചെയ്യണമെങ്കിൽ
ആ ആർബറിനകത്ത് ഇതിൻ്റെ സെയിം പ്രൊഫൈലിലുള്ള മോസ്റ്റ് പേപ്പറിലുള്ള ഒരു പ്രൊഫൈൽ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോവാം. അതായത് ചൂസ് the direction of tool movement with reference to lathe axis in tailstock set over method. നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ടേപ്പർ ടേണിങ്ങിന് വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 2-3 വേസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെന്റ് ഉണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് ഉണ്ട്. ഓക്കെ. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ഫോം ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടേപ്പർ ടേൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ലേറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കും ഒരേ ആക്സിസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും ഒരേ ആക്സിസിലാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രില്ലിങ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വർക്ക് പീസിനെ നിങ്ങൾ ആ ചക്കിനകത്ത് മൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ടൂളിന്, അതായത് ഡ്രിൽ ബിറ്റിനെ നിങ്ങൾ നമ്മുടെ ടെയിൽ സ്റ്റോക്കിൽ മൗണ്ട് ചെയ്യും. എന്നിട്ട് ഈ ടെയിൽ സ്റ്റോക്കിനെ കുറേശ്ശെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനകത്ത് അതിനെ ഇങ്ങോട്ട് അതിൻ്റെ ഡെപ്ത് ഒക്കെ ഇട്ട് കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ട് വരുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വർക്ക് പീസിൽ കറങ്ങാതിരിക്കുന്ന ആ ടൂള് അല്ലെങ്കിൽ ആ ഡ്രിൽ ബിറ്റ് ഫ്രം നമ്മുടെ ടെയിൽ സ്റ്റോക്ക് അതിനകത്ത് എൻ്റർ ആവും. നമുക്കൊരു ഹോള് വരും. ഇനി ഈ ഹോള് നിങ്ങൾക്ക് അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ ആ ഹോള് വിടുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെഡ് സ്റ്റോക്കിൻ്റെ സെൻറ്ററും ടെയിൽ സ്റ്റോക്കിൻ്റെ സെൻറ്ററും കറക്റ്റ് ഒരേ ലൈനിൽ അല്ലെങ്കിൽ ഒരേ സെൻട്രൽ ലൈനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആ ഹോള് നിങ്ങൾക്ക് കറക്റ്റ് സെൻട്രൽ ലൈനിൽ വീഴുന്നത്. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഈ ടെയിൽ സ്റ്റോക്കിനെ കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ മാറ്റി വെച്ചാൽ നിങ്ങളുടെ വർക്ക് പീസ് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ നോക്കി കഴിഞ്ഞാൽ വർക്ക് പീസ് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. ഈ ചരിഞ്ഞിരിക്കുന്ന വർക്ക് പീസിൽ നിങ്ങൾ പാരലായിട്ട് ഒരു വർക്ക് പീസിന് ടൂളിന് പാസ് ചെയ്ത് ഇങ്ങനെ ഫീഡ് കൊടുത്താൽ ഈ വർക്ക് പീസ് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടേപ്പർ ആയിരിക്കും അതിനകത്ത് ഫോമായി വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ടെയിൽ സ്റ്റോക്കിന് ഒരു സെറ്റ് ഓവർ മെത്തേഡ് ടെയിൽ സ്റ്റോക്കിന്റെ എക്സാക്ട് സെന്ററിൽ നിന്ന് മാറ്റി വേറൊരു സെന്ററിൽ കൊണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഈ പറയുന്ന ടൂളിന് ഒരു ആംഗിൾ കൊടുക്കേണ്ട കാര്യമില്ല. പാരലായിട്ട് കൊടുത്താലും ഈ പറഞ്ഞ ടൂള് അറ്റ് ആൻ ആംഗിളിൽ അതിനെ കട്ട് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ടൂള് പാരലായിട്ട് മൂവ് ചെയ്ത് വന്നാലും വർക്ക് പീസ് ഒരു ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ വർക്ക് പീസിന് ഈ ടൂള് ഇങ്ങനെ കാര്യം ടൂളിന് പാരലായിട്ടല്ല വർക്ക് പീസ് ഇരിക്കുന്നത്. വർക്ക് പീസ് അറ്റ് ആൻ ആംഗിൾ ആൾറെഡി ഇരിക്കുകയാണ്. അപ്പോൾ ടൂള് നിങ്ങൾ ലെയ്ത്ത് ആക്സിന് പാരലായിട്ട് കൊണ്ടുവന്നാലും ടൂള് വർക്ക് പീസിന്റെ പുറത്ത് കട്ട് ചെയ്യുന്ന കട്ട് എങ്ങനെയായിരിക്കും? മറ്റേ ടേപ്പറിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് choose the direction of tool movement with reference to lathe axis in tail stock set over method. tail stock set over മെത്തേഡിൽ നമ്മുടെ ടൂളിന്റെ മൂവ്മെന്റ് ഈ ലെയ്ത്ത് ആക്സിസിന് ഏത് രീതിയിലായിരിക്കും എന്ന് ചോദിക്കുന്നത്. അത് ഇൻക്ലൈൻഡ് അറ്റ് റിക്വയർഡ് ആംഗിൾ ആണോ, പെർപെൻഡിക്കുലർ ആണോ, പാരലൽ ആണോ, നൺ ഓഫ് ദി പോകണം. അപ്പം എന്തായാലും ഇൻക്ലൈൻഡ് ആവേണ്ട കാര്യമില്ല. കാര്യം ആൾറെഡി ഈ വർക്ക് പീസ് അറ്റ് ആൻ ആംഗിൾ ഇൻക്ലൈൻഡ് ആണ്. കാര്യം നിങ്ങൾ ടെയിൽ സ്റ്റോക്കിന് കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ മാറ്റി വെക്കുമ്പോൾ ആ സെൻട്രലിലല്ല ഈ പറയുന്ന നമ്മുടെ വർക്ക് പീസ് ഇരിക്കുന്നത്, അതൊരു ആംഗിൾ ചരിഞ്ഞായിരിക്കും. അപ്പം ചരിഞ്ഞിരിക്കുന്ന വർക്ക് പീസിൽ നിങ്ങൾ പാരലായിട്ടുള്ള വർക്ക് പീസ് ടൂൾ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൽ ഉണ്ടായി വരുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു ടാപ്പേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ് ആൻ ആംഗിളുള്ള പ്രൊഫൈൽ. അതിനുവേണ്ടി നിങ്ങൾ ആ ടൂളിനെ പിന്നെ ചരിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല, പാരലായിട്ട് കൊണ്ടുപോയാൽ മതി. അതാണ് കാര്യം. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, പാരലൽ. അതായത് ചൂസ് ദ ഡയറക്ഷൻ ഓഫ് ടൂൾ മൂവ്മെന്റ് വിത്ത് റെഫറൻസ് ടു ലെയ്ത്ത് ആക്സിസ് ഇൻ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലെയ്ത്ത് ആക്സിസിന് പാരലായിട്ട് ടൂൾ മൂവ് ചെയ്യിക്കാം. പ്രൊവൈഡഡ് എന്താണ്? ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ ടെയിൽ സ്റ്റോക്കിന് അറ്റ് ആൻ ആംഗിൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പാരലായിട്ട്, അതായത് ലെയ്ത്ത് ആക്സിസിന് പാരലായിട്ട് ഈ ടൂൾ മൂവ് ചെയ്താലും നിങ്ങൾക്ക് വർക്ക് പീസിൽ ഉണ്ടായി വരുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ടേപ്പർ പ്രൊഫൈൽ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ. in tail stock set over method, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ in tail stock set over method the tail stock is reset to another position എന്നാണ് പറയുന്നത്. ഡിപ്പെൻഡിങ് upon the taper required. വർക്ക് പീസിൽ ഏത് ടേപ്പർ ആണോ വേണമെന്നത് ആ ടേപ്പർ അനുസരിച്ച് നമ്മൾ ഈ ടെയിൽ സ്റ്റോക്കിനെ ആൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് അറ്റാൻ ആംഗിൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വയ്ക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടൂളിനെ നമ്മൾ പാരലായിട്ട് മൂവ് ചെയ്യിച്ചാലും നമുക്ക് ഈ വർക്ക് പീസിന്റെ പുറത്ത് കിട്ടുന്നത് ഒരു ടേപ്പർ പ്രൊഫൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ടേപ്പർ ടേണിങ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ. ടേപ്പർ ടേണിങ് എന്താണെന്ന് അറിയാലോ?
അറ്റ് ആംഗിളിൽ ഇപ്പം ടേപ്പർ ടേണിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിലുള്ള ടൂളിൻ്റെ വർക്ക് പീസിൻ്റെ ഒരു സൈഡിലുള്ള ഡയമീറ്റർ മറ്റേ സൈഡിലുള്ള ഡയമീറ്ററും സെയിം ആവത്തില്ല. ആംഗിൾ നിങ്ങൾ ഈ ടേപ്പർ ടേണിങ് ബൈ എന്താണ് നമ്മുടെ എന്താണ് ടൈൽസ് ഓഫ് സ്കിറ്റ് ഓവർ മെത്തേഡ് അല്ലാതെ പല മെത്തേഡ്സും ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഫോമിംഗ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഡയറക്റ്റ് ഫോമിംഗ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് പെർപെൻഡിക്കുലറി ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോമിംഗ് ടൂളിൻ്റെ അതേ ഷേപ്പിൽ ഇത് മാറി വരും. ഇനി നിങ്ങളുടെ കോമ്പൗണ്ട് റെസ്റ്റിന് നിങ്ങൾക്ക് സിവൽ ചെയ്യാം. അത് കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 നട്ട് ഇരിപ്പുണ്ട്. ആ നട്ട് ലൂസ് ചെയ്തിട്ട് അറ്റ് ആൻ ആംഗിൾ ഈ കോമ്പൗണ്ട് റെസ്റ്റിനെ നിങ്ങൾ സിവൽ ചെയ്യുന്നു. സിവൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇതിനെ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു ആംഗിളിലുള്ളൊരു കട്ട് കിട്ടും. അതായത് ഒരു ടേപ്പർ നിങ്ങൾക്ക് ഫോം ആയി വരും. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് d-d/2l. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ആ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. ടാൻ ആൽഫ = എന്താണ് ക്യാപിറ്റൽ D മൈനസ് സ്മാൾ d ഡിവൈഡ് ബൈ 2l. അതിനകത്ത് ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മേജർ ഡയമീറ്റർ, അത് വലിയ ഡയമീറ്റർ. സ്മാൾ d എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഡയമീറ്റർ. L എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്. അതായത് d-d/2l ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആംഗിളിലെ അതായത് അതിനെ ടാൻ ഇൻവേഴ്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര ആംഗിളിൽ ഈ പറയുന്ന നമ്മുടെ കോമ്പൗണ്ട് റെസ്റ്റിനെ സിവൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കോമ്പൗണ്ട് റെസ്റ്റ് സിവലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറെ മെത്തേഡാണ്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് ഈ പഠിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന നല്ലതായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. അതായത് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് യൂസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ടേപ്പർ ഓഫ് ലേത്ത് സ്പിൻഡിൽ നോസ് വെയർ ചക്ക് ഓർ ഫേസ് പ്ലേറ്റ് ഈസ് മൗണ്ടഡ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ലേത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഹെഡ് സോക്ക് ഉണ്ട്, ടെയിൽ സോക്ക് ഉണ്ട്. ഹെഡ് സോക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു നിങ്ങൾ ചക്ക് ഹെഡ് സോക്കിലുണ്ടെന്ന് വിചാരിച്ച് ചക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കരുത്. ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞാൽ ചക്കിനെ നിങ്ങളൊരു സ്പിൻഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ സ്പിൻഡിൽ കറങ്ങുന്നതിനോടൊപ്പം സ്പിൻഡിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ചക്ക് കറങ്ങുന്നു, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഈ സ്പിൻഡിൽ കറങ്ങുമ്പോൾ ഈ സ്പിൻഡിൽ നമ്മൾ ഈ പറയുന്ന ചക്കിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ പുറത്ത് ഒരു പർട്ടിക്കുലർ ടേപ്പർ ഉണ്ട്. ആ ടേപ്പർ, അതായത് എക്സ്റ്റേണൽ ടേപ്പർ, സ്പിൻഡിലിൻ്റെ ഔട്ട്സൈഡ് സർഫസിൽ ഒരു പർട്ടിക്കുലർ ടേപ്പർ ഉണ്ട്. അതിനകത്താണ്, ആ ടേപ്പറിൻ്റെ അകത്തോട്ടാണ് നിങ്ങൾ ചക്കിനെ അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റിനെയൊക്കെ മൗണ്ട് ചെയ്ത് വെക്കുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് എന്താണ് നമ്മുടെ ടേപ്പർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് യൂസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ടേപ്പർ ഓഫ് ലേത്ത് സ്പിൻഡിൽ നോസ് ഓർ വെയർ ചക്ക് ഓർ ഫേസ് പ്ലേറ്റ് ഈസ് മൗണ്ടഡ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഈ ലേത്ത് സ്പിൻഡിലിൻ്റെ എക്സ്റ്റേണൽ സർഫസിലാണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫേസിലാണ് നമ്മൾ ചക്കിനെ അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റിനെ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് ടേപ്പർ ഏതാണെന്ന് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ മോസ് ടേപ്പർ, ഓപ്ഷൻ ബി ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ, ഓപ്ഷൻ സി ജർണോ ടേപ്പർ, ഓപ്ഷൻ ഡി മെട്രിക് ടേപ്പർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ലേത്തിൻ്റെ സ്പിൻഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ടേപ്പർ എന്ന് പറഞ്ഞാൽ ജർണോ ടേപ്പറാണ്. ഓക്കെ, അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇതൊരിക്കലും മറക്കരുത്. ലേത്തിൻ്റെ സ്പിൻഡിലുണ്ട്, ആ സ്പിൻഡിലിൻ്റെ പുറത്താണ് നമ്മൾ ഈ പറഞ്ഞ ചക്കിനെ അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റിൻ്റെയൊക്കെ മൗണ്ട് ചെയ്ത് വെക്കുന്നത്. ഈ പറഞ്ഞ ചക്കും ഫേസ് പ്ലേറ്റും ഒക്കെ മൗണ്ട് ചെയ്ത് നമ്മൾ പിടിപ്പിക്കുന്ന ആ സ്പിൻഡിലിൻ്റെ പുറത്തുള്ള ടേപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജർണോ ടേപ്പർ. ഇതിൻ്റെ പേര് വ്യത്യസ്തമായൊരു പേരാണ്, പക്ഷേ നിങ്ങളത് പഠിക്കണം. ഓക്കെ, ജർണോ ടേപ്പർ ഉള്ള ആ സ്പിൻഡിലിൻ്റെ പുറത്താണ് നിങ്ങൾ ചക്കിനെ അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റിനെയൊക്കെ മൗണ്ട് ചെയ്ത് വെക്കുന്നത് ഇൻ കേസ് ഓഫ് ലേത്ത്. ഇത് ഒരിക്കലും മറക്കരുത്. വേണമെങ്കിൽ എഴുതി പഠിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഈ പേര് വല്ലാത്ത പേരാണ്, ജർണോ ടേപ്പർ. നമ്മൾ കേട്ടിട്ടുള്ള പേരല്ല, ആയിരിക്കത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരായിരിക്കത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഓർ ടെയിൽ സോക്ക് ഓഫ്സെറ്റ്? അതായത് ടേപ്പർ ടേണിങ് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് ചെയ്യാം, ടെയിൽ സോക്ക് സെറ്റ് ഓവർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ അതായത് ടെയിൽ സോക്ക് സെറ്റ് ഓവർ മെത്തേഡിനാണ് വേറൊരു പേരായിട്ട് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ടെയിൽ സോക്ക് സെറ്റ് ഓവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ടേപ്പർ ടേണിംഗ് ബൈ യൂസിങ് ഒരു ടൂളിൻ്റെ, അതായത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ടൂൾ ഉപയോഗിച്ച് അതേ കണക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഓവർ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ്. അതായത് ഇതിൽ ഏതാണ് നമ്മൾ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റിന്റെ അഡ്വാൻറ്റേജ് ഓവർ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്? ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റും നിങ്ങൾ ഉപയോഗിച്ച് ഒരു ടേപ്പർ ടേണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദ്യം.
അതിൽ ഓപ്ഷൻ നമ്പർ എ എന്ന് പറയുന്നത് ഗുഡ് സർഫസ്, നല്ല സർഫസ് ഫിനിഷ് കിട്ടുന്നതാണോ? ഓപ്ഷൻ ബി ലോങ് ടേപ്പേഴ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്, അത് വളരെ നീളത്തിലുള്ള ടേപ്പർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണോ? ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ജോബ് ക്യാൻ ബി ഹെൽഡ് ബിറ്റ്വീൻ സെന്റേഴ്സ്, ജോബ് എന്ന് പറഞ്ഞാൽ വർക്ക് പീസ് രണ്ട് സെന്ററിന് ഇടയിൽ വെക്കാൻ പറ്റുന്നതാണോ? ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ പവർ ഫീഡ് ക്യാൻ ബി ഗിവൺ ഫോർ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ, ഒരു ഇന്റേണൽ ടേപ്പർ ഉണ്ടാക്കിയാലും എക്സ്റ്റേണൽ ടേപ്പർ ഉണ്ടാക്കിയാലും രണ്ട് രീതിയിലും നിങ്ങൾക്ക് പവർ ഫീഡ് കൊടുക്കാൻ പറ്റുന്നതാണോ? ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ഓപ്ഷനിൽ ഗുഡ് സർഫസ് ഫിനിഷ് ആണോ, ലോങ് ടേപ്പേഴ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആണോ, അല്ല ജോബ് ക്യാൻ ബി ഹെൽഡ് ഇൻ ബിറ്റ്വീൻ സെന്റേഴ്സ് ആണോ, അല്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അതായത് പവർ ഫീഡ് ക്യാൻ ബി ഗിവൺ ഫോർ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ, അതായത് ഈ പറയുന്ന ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിക്കാൻ നമുക്ക് ഇന്റേണൽ ടേപ്പർ ആണെങ്കിലും എക്സ്റ്റേണൽ ടേപ്പർ ആണെങ്കിലും ഈ രണ്ടിലും നമുക്ക് പവർ ഫീഡ് കൊടുക്കാൻ പറ്റും. അതായത് ഫീഡ് കൊടുക്കുന്നത് നമുക്ക് ഹാൻഡ് ഫീഡ് കൊടുക്കേണ്ട കാര്യമില്ല, പവർ ഫീഡ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഫീഡ് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് ഒരിക്കലും മറക്കരുത്, ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന പോലെ ഇന്റേണൽ ടേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന ചില സ്ലീവുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ലീവിന്റെ അകത്ത് നമ്മൾ ഒരു സ്ലീവ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു സ്ലീവ്. ഈ സ്ലീവിനകത്ത് നമ്മൾ ഇന്റേണൽ ടേപ്പർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കാര്യം ഈ സ്ലീവിനകത്ത് കയറി പോകുന്ന ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് പീസ് ഒരു സ്ലീവിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ ആ സ്ലീവിന് സർഫസ് ഇന്റേണൽ സർഫസ് ഓഫ് സ്ലീവ് ഷുഡ് ബി ടേപ്പേർഡ്, എങ്കിൽ മാത്രമേ ഈ ടേപ്പേർഡ് ഷേപ്പിലുള്ള ആ പറഞ്ഞ വർക്ക് പീസിനകത്ത് കയറി പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സർഫസിനെയാണ് നമ്മൾ ഇന്റേണൽ ടേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പക്ഷെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. പവർ ഫീഡ് ക്യാൻ ബി ഗിവൺ ഫോർ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ. ഇന്റേണൽ ടേപ്പറിലും എക്സ്റ്റേണൽ ടേപ്പറിലും നമുക്ക് പവർ ഫീഡ് കൊടുക്കാം എന്നുള്ളതാണ് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് അഡ്വാൻറ്റേജ് ഓവർ ടെയിൽസ് ഓഫ് ഓഫ്സെറ്റ് മെത്തേഡ്. ടെയിൽസ് ഓഫ് ഓഫ്സെറ്റ് മെത്തേഡ് പറഞ്ഞാൽ ടെയിൽസ് ഓഫ് സെറ്റർ മെത്തേഡ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ടെയിൽസ് ഓഫ് ഓഫ്സെറ്റ് മെത്തേഡ്. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. സ്റ്റേറ്റ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഇൻഡസ്ട്രിയിൽ നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്നത് ഈ താഴെ പറയുന്ന ഏത് ടേപ്പർ ആണെന്നാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഇൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ താഴെ പറയുന്ന ഏത് സ്റ്റാൻഡേർഡ് ടേപ്പറാണ് നമ്മൾ സാധാരണഗതിയിൽ കോമൺലി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ടേപ്പർ ആണോ? ഓപ്ഷൻ ബി ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ ആണോ? ഓപ്ഷൻ സി മെട്രിക് ടേപ്പർ ആണോ? ഓപ്ഷൻ ഡി ജെർണോ ടേപ്പർ ആണ്. ടേപ്പ് എന്നേ ഉള്ളൂ, ടേപ്പർ ആണ്. ഇത് ജെർണോ ടേപ്പ് എന്നല്ല, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ടേപ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് ടേപ്പർ ആണ്. മോസ്റ്റ് ടേപ്പർ ഓക്കെ, നമ്മൾ സാധാരണ നമ്മുടെ ഡ്രിൽ ബിറ്റിലും നമ്മുടെ റീമറിലും ഒക്കെ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ടേപ്പർ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടേപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്, മോസ്റ്റ് ടേപ്പർ ആണ്. ഓപ്ഷൻ എ മോസ്റ്റ് ടേപ്പർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറും നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഈ പറയുന്ന നമ്മുടെ എന്താണ് ടേർണറിന് മാത്രമല്ല ബാക്കിയുള്ള ഇതിനും പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് യൂസ് ആവും. ടേർണർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വേണം. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, ബാക്കിയുള്ള കുറേ എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്കും ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.